വിസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണർന്നു വന്ന് നിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ രാവിലെ തോറും കർത്താവേ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കാനായിട്ട് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു പ്രിയപ്പെട്ടവരെ, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഒരു രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ, അവൾ 12 വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യം പ്രാപിക്കാതിരുന്നവളാണ്. പക്ഷേ അന്ന് യേശു ആ പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളങ്ങ് പ്രതീക്ഷിക്കുകയാണ്, അവളങ്ങ് വിശ്വസിക്കുകയാണ്. അവളെന്താ പ്രതീക്ഷിച്ചത്? അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, മർക്കോസ് 5:28 പറയുന്നുണ്ട്, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടും. അത് അവളോട് തന്നെ അവൾ പറഞ്ഞതാ, ഞാൻ രക്ഷപ്പെടും. നിങ്ങൾ പറയണം, അത് നിങ്ങൾ പറയണം. ഞാൻ ഗുണം വരത്തില്ല, നന്നാത്തില്ലെന്നല്ല പറയണം, ഞാൻ രക്ഷപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതൊന്ന് പ്രതീക്ഷിക്കണം. ദൈവത്തിൽ അങ്ങ് ഉറച്ച് പ്രതീക്ഷിക്കണം. സംശയിക്കാൻ വളരെ എളുപ്പമാണ്. സംശയിക്കാനും സംശയിപ്പിക്കാനും പിശാചും അവന്റെ സകല സൈന്യങ്ങളും ഒരുപോലെ രംഗത്തിറങ്ങി നിൽക്കുകയാണ്. പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരും എന്നങ്ങ് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രതീക്ഷ അത്ഭുതത്തിലേക്ക് നടത്തിയില്ലേ? ആ പ്രതീക്ഷ വിഫലമായി പോയോ? ആ പ്രതീക്ഷ താറുമാറായി പോയോ? 12 വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യമാകാതിരുന്ന ആ സഹോദരി പ്രതീക്ഷയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ വസ്ത്രത്തിന്റെ തൊങ്കലേലും, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ അവളുടെ പ്രത്യാശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നോ? വന്നില്ല.